എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങളും അപേക്ഷാ ഫോമും പുറത്തിറക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യം ഇതിനാവശ്യമായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനോടൊപ്പം ഫോമും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഈ ഫോം എങ്ങനെ നിങ്ങൾക്ക് ലഭ്യമാകും എന്നും വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. ഇതിനാവശ്യമായ പ്രധാനപ്പെട്ട രേഖകൾ: പ്രായം തെളിയിക്കുന്ന രേഖ, ഇതിനായിട്ട് ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഇവയില്ലെങ്കിൽ മാത്രം ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കണം. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് സേവന പെൻഷൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. അപേക്ഷിക്കാൻ വേണ്ടുന്ന യോഗ്യത: സ്ത്രീകൾക്ക് 35-നും 60 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതുപോലെ റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഇതിനാവശ്യമായിട്ടുണ്ട്. AAY മഞ്ഞ റേഷൻ കാർഡുള്ളവർക്കും അതുപോലെ PHH വിഭാഗത്തിലുള്ള പിങ്ക് റേഷൻ കാർഡുള്ളവർക്കുമാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതായത് അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിലുള്ള മഞ്ഞ കാർഡുള്ളവർക്കും അതുപോലെ പിങ്ക് റേഷൻ കാർഡുള്ളവർക്കും ആണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്കേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കുന്ന ആളിൻ്റെ ആധാർ കാർഡിൻ്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, അപേക്ഷിക്കുന്ന ആൾ ട്രാൻസ് വുമൺ ആണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖ തുടങ്ങിയവയൊക്കെ ആവശ്യമായി വരും. അതുപോലെ വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, സർവീസ് പെൻഷൻ, കുടുംബ പെൻഷൻ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന്, EPF പെൻഷൻ മുതലായവ കൈപ്പറ്റുന്നവർക്ക് ഇതിന് അപേക്ഷിക്കാൻ അർഹരല്ല. കൂടാതെ അപേക്ഷിക്കുന്ന ആൾ സംസ്ഥാനത്ത് സ്ഥിരതാമസം ആക്കിയിരിക്കുന്ന ആളായിരിക്കണം. കൂടാതെ കേരളത്തിൽ നിന്ന് താമസം മാറിപ്പോവുകയോ കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ ഗ്രാൻഡ് എയ്ഡ് സ്ഥാപനങ്ങളിലോ പദ്ധതികളിലോ സ്ഥിരമോ താൽക്കാലികമോ ആയോ ജോലി കിട്ടുകയോ ചെയ്താൽ തുടർന്ന് പെൻഷൻ ലഭിക്കില്ല. എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി പെൻഷൻ കിട്ടാൻ തടസ്സമായി പറയുന്നില്ല. റേഷൻ കാർഡുകൾ നീല, വെള്ള എന്നിവയായി തരം മാറ്റപ്പെട്ടാലും പെൻഷന് അർഹത ഇല്ലാതാകും. 1 മാസത്തിലേറെ റിമാൻഡിലോ ജയിലിലോ ആയാലും അർഹത നഷ്ടപ്പെടും. ഇനി നമുക്ക് ഓൺലൈൻ ഫോം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഫോം അതാത് തദ്ദേശ സെക്രട്ടറിക്കാണ് നൽകേണ്ടുന്നത്. പക്ഷേ ഇവിടെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് ഇപ്പോൾ പഞ്ചായത്തുകളിലൊന്നും ഈ ഫോം സ്വീകരിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ നിങ്ങൾ ഈ ഫോമിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതും അതുപോലെ തന്നെ ഇതിനാവശ്യമായ രേഖകൾ തയ്യാറാക്കി വെക്കുന്നതുമൊക്കെ നല്ലത് തന്നെയാണ്. ഫോം ഫില്ല് ചെയ്ത് ഓൺലൈൻ സെൻറ്ററുകളിൽ കൊടുത്താൽ അവർ ഇത് ഇനി ഓൺലൈനായിട്ടാണ് അപേക്ഷ വരുന്നത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്ത് അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ കൊടുത്താൽ അവർ അയച്ചു തരും. ഓൺലൈനായി അപേക്ഷ വരുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ ഓൺലൈനായി എങ്ങനെ ചെയ്യാമെന്നതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക. ഫോമിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഏതാണെന്ന് വെച്ചാൽ അതവിടെ എഴുതുക. മാത്രവുമല്ല ഒരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണ്ടി വരും. അതിവിടെ ഒട്ടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അപേക്ഷകയുടെ പേര്, വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, വാർഡ് നമ്പർ, വീടിൻ്റെ നമ്പർ, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ ഇവയൊക്കെ ആദ്യം തന്നെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ വയസ്സും ജനനത്തീയതി, ഡേറ്റ് ഓഫ് ബർത്തും അടുത്തതായിട്ട് നൽകണം. പിന്നീട് ജെൻഡർ, സ്ത്രീയെന്നും ട്രാൻസ് വുമൺ എന്നും ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ അത് ടിക്ക് മാർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ റേഷൻ കാർഡ് നമ്പരും ചോദിച്ചിട്ടുണ്ട്. അടുത്തത് 12ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് റേഷൻ കാർഡ് തരം AAY മഞ്ഞ കാർഡാണോ അതോ PHH പിങ്ക് കാർഡാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണോ അനുയോജ്യമാക്കുന്നവർക്ക് ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അടുത്തത് നിലവിൽ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താവാണോ, അതേ എന്ന് കൊടുത്താൽ പെൻഷൻ കിട്ടില്ല, അല്ല എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കണം. അതുപോലെ ഏതെങ്കിലും പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താവാണെങ്കിൽ അതിൻ്റെ വിശദ വിവരം നൽകാനും കോളം കൊടുത്തിട്ടുണ്ട്. ഇനി കേരളത്തിൽ എത്ര വർഷമായി താമസിക്കുന്നു എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ ബാങ്ക് ഏതാണെന്ന് ബാങ്കിൻ്റെ പേര് എഴുതുക. അതിനുശേഷം ശാഖ, ബ്രാഞ്ച് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. ആ ബാങ്കിൻ്റെ IFSC കോഡ് തൊട്ട് താഴെ എഴുതണം. 17ാമതായിട്ട് എഴുതണം. 18ാമതായിട്ട് ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. തൊട്ട് താഴെയായിട്ട് സത്യപ്രസ്താവനയാണ്. ഇത് ശ്രദ്ധാപൂർവം വായിച്ചു നോക്കണം. സത്യപ്രസ്താവന ഇതിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ട് നമ്മൾ പെൻഷൻ അപേക്ഷിച്ച് കൈപ്പറ്റുകയാണെങ്കിൽ, അത് കണ്ടെത്തുകയാണെങ്കിൽ 18% പലിശ സഹിതം തിരിച്ച് അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സത്യപ്രസ്താവന ശ്രദ്ധാപൂർവം വായിച്ചു നോക്കേണ്ടതാണ്.
അതിനുശേഷം സ്ഥലവും തീയതിയും എഴുതി ഒപ്പിട്ട് താഴെ പേരും എഴുതുന്നതോടുകൂടി ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് അവസാനിപ്പിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളിലൊന്നും ഇപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്നില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഓൺലൈനായിട്ടായിരിക്കും അപേക്ഷ വിളിക്കുന്നത് എന്നാണ്. അപ്പോൾ ഓൺലൈൻ ആകുന്ന മുറയ്ക്ക് ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഫോം ആവശ്യമുള്ളവർക്ക് ഗൂഗിൾ ഡ്രൈവിൽ അറ്റാച്ച് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ ശ്രമിക്കാം. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നറിയില്ല. അതല്ലെങ്കിൽ നാട്ടിലെ പൊതുപ്രവർത്തകരുടെ കയ്യിലൊക്കെ ഈ ഒരു ഫോം ഉണ്ടാകും. അവർ വഴിയും നിങ്ങൾക്ക് ഈ ഫോം വാങ്ങിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈൻ ഫോം ലഭ്യമാകയാലുടൻ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെ എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസറിൽ നിന്ന് വാങ്ങിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് കൂടി കരുതി വയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.